Hi friends, PINNACLE Academy മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ചാപ്റ്റർ വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അതിൽ നമ്മൾ വേവ്സ് എന്താണെന്നും അതെങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നും അതിൻ്റെ ഇക്വേഷൻ എന്താണെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ വേവിൻ്റെ സ്പീഡിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ വെലോസിറ്റിയാണ്. അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിലൂടെ ഒരു ട്രാൻസ്വേഴ്സ് വേവ് ട്രാവൽ ചെയ്യുന്ന വെലോസിറ്റിയും, അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു എയറിലൂടെ ഒരു സൗണ്ട് വേവ് ട്രാവൽ ചെയ്യുന്ന വെലോസിറ്റിയും, അത് വെച്ച് നമ്മൾ ന്യൂട്ടൻ്റെ ഒരു ഇക്വേഷനും, അതിനുശേഷം നമ്മൾ ലാപ്ലാസിൻ്റെ ഒരു കറക്ഷനും പഠിക്കും. ഇത് എക്സാമിന് ന്യൂട്ടൺ ലാപ്ലാസ് കറക്ഷൻ മിക്കപ്പോഴും ചോദിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ലാപ്ലാസ് കറക്ഷനാണ് ഈ ഒരു ലെക്ചറിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലോട്ട് കിടക്കാം. അത് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഒരു സ്ട്രിങ്ങിനകത്ത് കൂടെയുള്ള ട്രാൻസ്വേഴ്സ് വേവിൻ്റെ വെലോസിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിനകത്ത് കൂടെയുള്ള ഒരു ട്രാൻസ്വേഴ്സ് വേവിൻ്റെ വെലോസിറ്റി നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യേണ്ടത്. ശ്രദ്ധിക്കുക, ഈ ഡെറിവേഷൻ നമ്മൾ ചെയ്യുന്നത് ഇതിന് ഡെറിവേഷനായിട്ടൊന്നും തന്നിട്ടില്ല, ജസ്റ്റ് ഒരു ഇക്വേഷനായിട്ടാണ് നിങ്ങളുടെ NCERT ടെസ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷെ നമ്മളിത് ഡയമെൻഷൻ അനാലിസിസ് ഉപയോഗിച്ച് നമുക്ക് ഇക്വേഷൻ എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ കഴിയും. അതിന് കുറച്ച് പാരാമീറ്റർ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇതൊരു ടേബിളാണ്. ഈ ടേബിളിനകത്ത് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു, ഇതൊരു പുള്ളിയാണ്. ഒരു സ്ട്രിങ്ങിനെ ഞാനൊരു മാസുമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു, അറ്റാച്ച് ചെയ്തിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ഈ മാസിൻ്റെ ഈ വെയിറ്റ് മൂലം ഈ സ്ട്രിങ്ങിന് എന്തുണ്ടാവും, ഒരു ടെൻഷൻ ഉണ്ടാവും. ഈ സ്ട്രിങ്ങിന് എന്തുണ്ടാവും, ഒരു ടെൻഷനുണ്ട്. സ്ട്രിങ്ങിൻ്റെ ടെൻഷനെ നമുക്ക് എന്ത് വിളിക്കാം, ടി എന്ന് വിളിക്കാം. ഈ സ്ട്രിങ്ങിൻ്റെ ടെൻഷനെ നമുക്ക് എന്ത് വിളിക്കാം, ടി എന്ന് വിളിക്കാം. ഈ വെയിറ്റ് മൂലം ഒരു സ്ട്രിങ്ങിന് എന്തുണ്ടാവും, ഒരു ടെൻഷൻ ഉണ്ടാവും. ഇനി അതുപോലെ തന്നെ ഇതിനകത്തൂടെ ഈ വെലോസിറ്റി, നമ്മുടെ വേവ് ട്രാവൽ ചെയ്യുമ്പോഴുള്ള വെലോസിറ്റി കുറച്ച് ആൾക്കാരെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആരെയൊക്കെ ഡിപ്പെൻഡ് നമുക്ക് എന്ത് ചെയ്യാം എന്ന് അസ്യൂം ചെയ്യാം. ശ്രദ്ധിക്കുക, ഇവിടെ ഞാൻ പറയുന്നു ഈ വെലോസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർ ടെൻഷനെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടി റേഷ്യോ എന്താണ്, എ. പിന്നെ ഈ സ്ട്രിങ്ങിൻ്റെ മാസിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ശ്രദ്ധിക്കുക, സ്ട്രിങ്ങിൻ്റെ മാസാണ്, അതുകൊണ്ട് നമുക്ക് എം വിളിക്കാം. സ്ട്രിങ്ങിൻ്റെ മാസിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്ട്രിങ്ങിൻ്റെ ലെങ്തിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ സാധനം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. 3 ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആരൊക്കെയാണ്, സ്ട്രിങ്ങിൻ്റെ ടെൻഷൻ, മാസ്, പിന്നെ എന്താണ്, ലെങ്ത്. ഓക്കെ, നമുക്ക് ഡയമെൻഷൻ അനാലിസിസ് വെച്ച് നമുക്ക് ഇതിൻ്റെ ഇക്വേഷൻ ഒന്ന് ഡിറൈവ് ചെയ്യാം. ശ്രദ്ധിക്കുക, അപ്പോൾ നമുക്കറിയാം ഡയമെൻഷൻ അനാലിസിസ് വെച്ച് പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ചെയ്യും. ഇൻറ്റു ടി റേസ് ടു എ, എം റേസ് ടു എ, എൽ റേസ് ടു എന്താണ്, ബി. എന്താ വെലോസിറ്റി ഡയമെൻഷൻ, എൽ ടി റേസ് ടു -1. അവിടെ നമുക്ക് ഇതിന് ഡയമെൻഷൻ ഉണ്ടോ, ഇല്ല. എന്താ ടെൻഷൻ മീൻസ് ഫോഴ്സ് ആണ്. എന്താ ഫോഴ്സിന്റെ ഡയമെൻഷൻ, എം എൽ ടി റേസ് ടു -2 ദ ഹോൾ റേസ് ടു എന്ത് വരും, എ എന്നും. മാസിന്റെ ഡയമെൻഷൻ എന്താണ്, എം റേസ് ടു, ഓക്കെ, ഇവിടെ രണ്ടിടത്തും ഇവിടെ ബിയും ഇവിടെ എന്താ വരുന്നത്, സിയോ വരുന്നത്. അപ്പോൾ എഴുതി മാറിപ്പോയതാണ്. എം റേസ് ടു എന്ത് വരും, ബി വരും. ഇനി ലെങ്തിന്റെ ഡയമെൻഷൻ നമുക്കറിയാം എൽ ആണ്. അപ്പോൾ എൽ റേസ് ടു എന്ത് വന്നു, സി വന്നു. ഈക്വൽ ടു എം റേസ് ടു എ, എൽ റേസ് ടു എ പ്ലസ് എൽ റേസ് ടു സി, എൽ റേസ് ടു എ പ്ലസ് സി, ടി റേസ് ടു -2a പ്ലസ് -2a പ്ലസ് എന്ത് വരും, ഓക്കെ, ഇവിടെ എം റേസ് ടു എ പ്ലസ് ഇല്ല, ടി റേസ് -a ഉള്ളൂ. എം റേസ് ടു എ പ്ലസ് എന്നുണ്ട്, ഒരു ബി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇക്വേഷൻ കിട്ടിയത്. അപ്പോൾ എം റേസ് ടു 0, ഇവിടെ എമ്മിന് ടൈം ഇല്ലാത്തതുകൊണ്ട് എം റേസ് 0, എൽ റേസ് ടു 1, ടി റേസ് ടു എന്താണ്, -1. അപ്പോൾ ഡയമെൻഷൻ അനാലിസിസ് ഉപയോഗിച്ച്, പ്രിൻസിപ്പൽ ഹോമോജിനിറ്റി ഉപയോഗിച്ച് ഒരു ഇക്വേഷൻ മാത്തമാറ്റിക്കലി കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഡയമെൻഷനും റൈറ്റ് ഹാൻഡ് സൈഡ് ഡയമെൻഷൻ എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. അപ്പം നമുക്ക് നോക്കാം, ഇവിടെ എന്താ കിടക്കുന്നത്, 0 അല്ലേ, ഇവിടെ എന്താ a + b അല്ലേ. അപ്പം a + b എന്തായിരിക്കണം, a + b എന്തായിരിക്കണം, 0 ആയിരിക്കണം. ഇവിടെ a + c അവിടെ സ്ഥാനത്ത് നടക്കുന്നത് 1 അല്ലേ കിടക്കുന്നത്. അപ്പോൾ a + c എന്തായിരിക്കണം, a + c എന്തായിരിക്കണം, 1 ആയിരിക്കണം. ഇവിടെ എന്താ കിടക്കുന്നത്, -2a, ഇവിടെ എന്താ കിടക്കുന്നത്, -1. ദെൻ a = എന്തായിരിക്കും, 1/2 ആയിരിക്കും. a കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഇട്ട് നമുക്ക് ആരെ കണ്ടുപിടിക്കാം, ബീനെ കണ്ടുപിടിക്കാം. എങ്കിൽ ബി എന്തായിരിക്കും, ബി = a അങ്ങോട്ട് -a ആവും. അപ്പോൾ -1/2. ഇനി നമുക്ക് ആരെ കണ്ടുപിടിക്കാം, സി കണ്ടുപിടിക്കാം. അതിനെന്ത് ചെയ്താൽ മതി, എയുടെ വാല്യൂ ഇങ്ങോട്ട് കൊടുക്കുക. അപ്പോൾ സി = 1 - a അല്ലേ, ഓർ സി = 1 - a വരുന്നിട്ട് കൊടുക്കുക 1/2. 1 - 1/2 എന്താണ്, നമുക്കറിയാം 1/2 ആണ്. അപ്പോൾ ഇത്രയും സാധനം നമുക്ക് കിട്ടിയത്.
അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഒന്ന് മോഡിഫൈ ചെയ്യാം. കെയുടെ വാല്യൂ ബി ഈക്വൽ ടു എ കോൺസ്റ്റന്റ് കെ. കെയുടെ വാല്യൂ നമ്മൾ എടുക്കുന്നത് 1 ആയിട്ടാണ്. ടി റേസ് ടു എയ്ക്ക് പകരം എന്ത് കൊടുക്കുക? 1/2. അതുപോലെ തന്നെ എം റേസ് ടു ബി അല്ലേ, എം റേസ് ടു ബി, ബിക്ക് പകരം എന്ത് കൊടുക്കുക? ബിക്ക് പകരം -1/2. എൽ റേസ് ടു സി അല്ലേ, അപ്പോൾ സിക്ക് പകരം എന്ത് കൊടുക്കുക? സിക്ക് പകരം 1/2 കൊടുക്കുക. ഒന്ന് അറേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും? ടി എൽ ബൈ ഇത് താഴെ പോകുമ്പോൾ -1/2 എന്താവും? +1/2 ആവും. ഇങ്ങനെ ആകത്തില്ലേ? ഇനി എല്ലിന് എന്ത് ചെയ്യുന്നു? താഴെ കൊണ്ടുവരുന്നു. അപ്പോൾ എന്ത് കിട്ടും നമുക്കിവിടെ? റൂട്ട് ടി ബൈ എം ബൈ എൽ. കാരണം എം ബൈ എൽ എന്ന് വെച്ചാൽ എന്താണ്? എം എൽ മുകളിൽ പോകുമ്പോൾ എന്താ? ടി എൽ ബൈ എന്താ? എം. അപ്പോൾ ടി എൽ ബൈ എമ്മിനെ നമുക്ക് ടി ബൈ എം ബൈ എൽ എന്ന് എഴുതിയാൽ എന്തില്ല, കുഴപ്പമില്ല. എന്തിനാ ഇങ്ങനെ എഴുതാൻ കാരണം? ഈ മാസ് എന്ന് പറയുന്നത് ഈ സ്ട്രിങ്ങിൻ്റെ എന്താണ്? മാസാണ് എം എന്ന് പറയുന്നത്. അപ്പം മാസിനെ ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്കറിയാം മാസ് പെർ യൂണിറ്റ് ലെങ്ത്. മാസ് പെർ യൂണിറ്റ് ലെങ്ത്, ഒരു യൂണിറ്റ് ലെങ്തിലെ മാസാണ് എം ബൈ എൽ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ഡിനോട്ട് ലെറ്റർ ആണ് മ്യൂ. എന്താണ്? മ്യൂ. അപ്പോൾ എന്താണ് മ്യൂ എന്ന് പറയുന്നത്? മാസ് പെർ യൂണിറ്റ് ലെങ്ത്. മാസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് എന്ത് പറയുന്നത്? മ്യൂ എന്ന് പറയുന്നത്. എങ്കിൽ നമുക്ക് ഇക്വേഷൻ ഒന്ന് മാറ്റി എഴുതാം. ദെൻ വെലോസിറ്റി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ടി ബൈ എന്ത് കിട്ടി? മ്യൂ കിട്ടി. അതായത് ഈ സ്ട്രിങ്ങിനകത്തൂടെ ഈ വേവ് ട്രാവൽ ചെയ്യുമ്പോൾ അതിൻ്റെ വെലോസിറ്റിനെ ആരൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഈ ടെൻഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ടെൻഷൻ കൂടുന്നതനുസരിച്ച് ഇവിടുത്തെ വെലോസിറ്റി എന്ത് ചെയ്യും? കൂടുന്നതായിരിക്കും. അപ്പോൾ ടെൻഷൻ കൂട്ടാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇവിടുത്തെ മാസ് കൂട്ടിയാൽ മതി. അതുപോലെ തന്നെ മ്യൂ കൂടുമ്പോൾ എന്ത് കുറയും? വെലോസിറ്റി എന്ത് ചെയ്യും? കുറയും. അതായത് ഈ നമ്മുടെ സ്ട്രിങ്ങിൻ്റെ മാസ് പെർ യൂണിറ്റ് ലെങ്ത് എന്തായിരിക്കണം? കുറവായിരിക്കണം. അതായത് മാസ് എന്തായിരിക്കണം? കുറവായിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടുത്തെ വെലോസിറ്റി എന്ത് ചെയ്യുന്നത്? ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത് എന്ത് ചെയ്യാം? ഒരു എയറിനകത്തൂടെ ഈ വേവിൻ്റെ ട്രാവൽ ചെയ്യുമ്പോൾ അതിൻ്റെ വെലോസിറ്റി എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. നമുക്കറിയാം എയറിനകത്ത് ട്രാവൽ ചെയ്യുമ്പോൾ അത് എന്ത് വേവ് ആയിരിക്കും? ലോഞ്ചിറ്റ്യൂണൽ വേവ് ആയിരിക്കും. അപ്പോൾ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ലോഞ്ചിറ്റ്യൂണൽ വേവിൻ്റെ ഡെറിവേഷനാണ്. ഓക്കെ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഒരു സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിനകത്തൂടെ ഒരു വേവ് ട്രാവൽ ചെയ്യുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് v = റൂട്ട് ഓഫ് ടി ബൈ മ്യൂ ആണ്. കാരണം അവിടെ ആ സ്ട്രിങ്ങിന് ഇലാസ്റ്റിക് ബിഹേവിയർ കൊടുക്കുന്നത്, അല്ലെങ്കിൽ അതിനൊരു ഇലാസ്റ്റിക് ബിഹേവിയർ കൊടുക്കാൻ കാരണം എന്ന് പറയുന്ന ടെൻഷനാണ്. ടെൻഷൻ ഇല്ലെങ്കിൽ അതിന് എന്ത് കാണത്തില്ല? ഇലാസ്റ്റിക് ബിഹേവിയർ കാണത്തില്ല. അപ്പോൾ ഇലാസ്റ്റിക് ബിഹേവിയർ ഉണ്ടെങ്കിൽ നമുക്കറിയാം വേവ് അവിടെ ഉണ്ടാകത്തുള്ളൂ അല്ലേ. അപ്പോൾ അവിടെ ഇലാസ്റ്റിക് ബിഹേവിയർ കൊടുക്കുന്ന ടെൻഷനും അതുപോലെ തന്നെ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്തെന്താണ്? ലീനിയർ മാസ് ഡെൻസിറ്റി. അതായത് മാസ് പെർ എന്താണ്? യൂണിറ്റ് ലെങ്ത്. ഇതിന് രണ്ട് ആൾക്കാരെയാണ് അവൻ എന്ത് ചെയ്ത്? ഡിപ്പെൻഡ് ചെയ്ത്. സ്പീഡ് എന്ത് ചെയ്ത്? ഡിപ്പെൻഡ് ചെയ്ത്. എങ്കിൽ ഒരു ലോഞ്ചിറ്റ്യൂണൽ വേവ്, അതായത് ഞാൻ സംസാരിക്കുന്ന ഈ ശബ്ദം എയറിലൂടെ എന്ത് ചെയ്യുന്നു? ട്രാവൽ ചെയ്യുന്നു. ഇതിന്റെ വെലോസിറ്റി നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. അപ്പോൾ ഒരു സൗണ്ടിന്റെ വെലോസിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇവിടെ നേരത്തെ പോലെ തന്നെ ഡയമെൻഷൻ അനാലിസിസ് ഉപയോഗിച്ചാണ് നമ്മൾ ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു സൗണ്ട് വേവ് ഒരു എയറിനകത്ത് ട്രാവൽ ചെയ്യുമ്പോൾ ഇവിടെ നമുക്കറിയാം ഇലാസ്റ്റിക് ബിഹേവിയർ ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഒരു എയറിന്റെ ഇലാസ്റ്റിക് ബിഹേവിയർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എയർ മോളിക്യൂളിന്റെ ഇലാസ്റ്റിക് ബിഹേവിയർ, ഗ്യാസിന്റെ ഇലാസ്റ്റിക് ബിഹേവിയർ എന്ന് പറയുന്നത് നമുക്കറിയാം ബൾക്ക് മോഡുലസ് ആണ്, ബി ആണ്. അപ്പോൾ ഇവിടെ ആരെ ഡിപ്പെൻഡ് ചെയ്യും? ബൾക്ക് മോഡുലസിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ മാസും ലെങ്തും എടുത്തെങ്കിൽ ഇവിടെ നമ്മൾ മാസ് എടുക്കും, അതായത് ഗ്യാസിന്റെ മാസ് എടുക്കും. പക്ഷെ എന്തെടുക്കത്തില്ല? ലെങ്തിന് പകരം നമ്മൾ എടുക്കുന്ന വോളിയമാണ്. ഗ്യാസ് ആയതുകൊണ്ട് എന്താ എടുക്കുന്നത്? വോളിയമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എടുക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആ ഇക്വേഷൻ എന്ത് ചെയ്യാം? ഒന്ന് ഡിറൈവ് ചെയ്യാം. ശ്രദ്ധിക്കുക, ബൈ യൂസിങ് ഡയമെൻഷൻ അനാലിസിസ്. അപ്പോൾ അവിടെ വെലോസിറ്റി ആരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? വെലോസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് ബൾക്ക് മോഡുലസിന് എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ b/a. അതുപോലെ തന്നെ മോളിക്യൂൾ, എയർ മോളിക്യൂളിന്റെ മാസിന് എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ m/b. അതുപോലെ തന്നെ എയർ മോളിക്യൂളിന്റെ വോളിയത്തിന് എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് b/c എന്ന് കൊടുക്കാം. പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പഴയ പരിപാടി തന്നെ, കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക. b/a, m/b ആൻഡ് v/c. ഇനി എന്താ മക്കളെ? വെലോസിറ്റി ഡയമെൻഷൻ രണ്ടിടത്തും ഡയമെൻഷൻ അപ്ലൈ ചെയ്യുക. എന്താ വെലോസിറ്റി ഡയമെൻഷൻ? L t⁻⁻1. കെക്ക് ഡയമെൻഷൻ ഉണ്ടോ? ഇല്ല. എങ്കിൽ ബിന്റെ എന്താണ്? ബൾക്ക് മോഡുലസ്. എന്താ ബൾക്ക് മോഡുലസ് എന്ന് പറയുന്നത്? ബൾക്ക് മോഡുലസ് എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി എന്ന് പറയുന്നത് സ്ട്രെസ് ബൈ എന്താണ്? സ്ട്രെയിൻ ആണ്. എന്താണ് സ്ട്രെസ്സിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്? സ്ട്രെസ് എന്താണ്? ഫോഴ്സ് ബൈ ഏരിയ. സ്ട്രെയിന് ഡയമെൻഷൻ ഉണ്ടോ? സ്ട്രെയിൻ എന്തില്ല? ഡയമെൻഷൻ ഇല്ല. ഓക്കെ, അപ്പോൾ സ്ട്രെയിൻ എന്തില്ല? സ്ട്രെയിൻ നമുക്കറിയാം ചേഞ്ച് ഇൻ വോളിയം ബൈ എന്താണ്? ഒറിജിനൽ വോളിയം ആണ്. അതിനെന്തില്ല? ഡയമെൻഷൻ ഇല്ല. എങ്കിൽ നമുക്ക് ഇതിന്റെ ഡയമെൻഷൻ, ബൾക്ക് മോഡുലസിന്റെ ഡയമെൻഷൻ പറയുന്നത് എന്താണ്? ഫോഴ്സ് ഡയമെൻഷൻ എന്താണ്? L t⁻⁻2 ഡിവൈഡ് ബൈ ഏരിയ ഡയമെൻഷൻ എന്താണ്? L². അപ്പോൾ ബൾക്ക് മോഡുലസിന്റെ ഡയമെൻഷൻ M L⁻².
-1 t raised to എന്താണ് -2. ഇതാണ് ബൾക്ക് മോഡുലസിന്റെ ഡയമെൻഷൻ. ഇത് തന്നെയാണ് എന്തിന്റെ ഡയമെൻഷൻ? പ്രഷറിന്റെ ഡയമെൻഷൻ. അപ്പോൾ മോഡുലസ് ഓഫ് വെലോസിറ്റി അത് ബൾക്ക് ആയിക്കോട്ടെ, യങ്സ് ആയിക്കോട്ടെ, ഇനി ഷിയറിംഗ് ആയിക്കോട്ടെ, റിജിഡിറ്റി മോഡുലസ് ആയിക്കോട്ടെ, എല്ലാത്തിന്റെയും മോഡുലസ് ഓഫ് വെലോസിറ്റി ഡയമെൻഷൻ എന്ന് പറയുന്നത് ml raised to -1 t raised to -2. ഇത് എന്തിന് ഈക്വൽ ആയിരിക്കും? പ്രഷറിന്റെ ഡയമെൻഷന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ എന്താ കിട്ടുന്നത്? ml raised to -1 t raised to -2 എന്നും. ഇനി എന്താണ് മാസിന്റെ ഡയമെൻഷൻ? ഓക്കെ, എം തന്നെ. എന്താണ് വോളിയത്തിന്റെ ഡയമെൻഷൻ? ഇത് വെലോസിറ്റിയും ഇതെന്താണ്? വോളിയമാണ്. എന്താണ് വോളിയത്തിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്? വോളിയം നമുക്കറിയാം L³ ആണ് അല്ലേ? വോളിയം L³ ആണ്. അപ്പോൾ റേസ് ടു എന്തുണ്ട്? C ഉണ്ട്, L raised to 3c എന്ന് വരും. ഇനി ശ്രദ്ധിക്കുക, ഇവിടെ എന്തുണ്ട്? m raised to 0, L raised to 1, t raised to -1 ഈക്വൽ ടു m raised to നമ്മൾ ഒരാളെ ഇടാൻ മറന്നുപോയി, റേസ് ടു എ ഇടാൻ നമ്മൾ മറന്നുപോയി. അപ്പോൾ m raised to a പ്ലസ് എന്ത് വരും? b വരും. L raised to -a പ്ലസ് എന്ത് വരും? 3c വരും. t raised to -2a. ഓക്കെ, ഇതാണ് കിട്ടുന്നത്. ഇനി ഇവിടുന്ന് ഒരാൾക്കാരെ കണ്ടുപിടിക്കാം. എന്താ a പ്ലസ് ബി? എന്താ a പ്ലസ് ബി? 0. എന്താണ് -a പ്ലസ് 3c? എന്താണ് -a പ്ലസ് 3c? 1. അതുപോലെ എന്താണ് -2a? -2a ഈക്വൽ ടു -1. ഇതിന് a ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? 1/2. a നമുക്ക് എന്ത് തന്നെ കിട്ടി? 1/2 കിട്ടി. ഇനി b കണ്ടുപിടിച്ചേ. b ഈക്വൽ ടു എന്തായിരിക്കും? b ഈക്വൽ ടു ഇത് ഇങ്ങോട്ട് കൊടുക്കാൻ നേരത്ത് നമുക്ക് എന്താ കിട്ടുന്നത്? -a. ദാറ്റ് മീൻസ് -1/2. b -1/2 കിട്ടി. ഇനി നമുക്ക് c കണ്ടുപിടിക്കണ്ടേ? c കണ്ടുപിടിക്കാൻ വേണ്ടി 3c ഈക്വൽ ടു എന്തായിരിക്കും? 1 പ്ലസ് എന്താണ്? a. അപ്പോൾ 3c is equal to 1 പ്ലസ് എയുടെ വാല്യൂ നമുക്കറിയാം 1/2. ദാറ്റ് മീൻസ് എന്താണ്? 3/2. അപ്പോൾ 3c ഈക്വൽ ടു 3/2. ദാറ്റ് മീൻസ് 3 ഈക്വൽ ടു എന്താണ്? c/2. അപ്പോൾ c നമുക്ക് എന്ത് കിട്ടി? c ഈക്വൽ ടു 1/2. ഇട്ട് കൊടുത്തേ. ദെൻ b ഈക്വൽ ടു കെയുടെ വാല്യൂ നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ ഇവിടെ 1 തന്നെയാണ്. b raised to a എന്താണ് നമുക്ക് കിട്ടിയത്? 1/2. ഇനി എന്താ മാസ്? m raised to എന്താണ്? m raised to എന്താണ്? b എന്താ ഇവിടെ കിട്ടിയത്? -1/2. ഇനി എന്താണ് വോളിയം? വോളിയം raised to c എന്താണ്? 1/2. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ എങ്ങനെ എഴുതാം? b ഈക്വൽ ടു b ഡിവൈഡ് ബൈ m റൂട്ട് എന്ന് എഴുതിക്കൂടെ? കാരണം -1/2 താഴെ എന്താവും? +1/2. എല്ലാത്തിനും ഒറ്റ റൂട്ട് കൊടുത്തു. ഇനി നേരത്തെ ഇതേപോലെ തന്നെ വോളിയത്തിന് താഴെ കൊണ്ടുവരിക. അപ്പോൾ റൂട്ട് ഓഫ് b ബൈ m ബൈ എന്ത് വരും? b. ഇത് തന്നെയാണ്, ഇത് തന്നെയാണ് അല്ലേ? എന്താ m/b? നമുക്കറിയാം m/v എന്ന് പറയുന്നത് മാസ് ബൈ വോളിയം എന്താണ്? ഡെൻസിറ്റി റോ ആണ്. അപ്പോൾ എന്ത് കിട്ടി? വെലോസിറ്റി. വെലോസിറ്റി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് b ബൈ എന്ത് കിട്ടും നമുക്ക്? റോ എന്ന് കിട്ടും. കണ്ടോ? അപ്പോൾ നോക്കിയേ, വെലോസിറ്റി, അതായത് ഒരു സൗണ്ടിന്റെ വെലോസിറ്റി ആരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? ആ ഗ്യാസിന്റെ ബൾക്ക് മോഡുലസിനെ ഡിപ്പെൻഡ് ചെയ്യും. ആ ഗ്യാസിന്റെ ഡെൻസിറ്റി എന്ത് ചെയ്യും? ഡിപ്പെൻഡ് ചെയ്യും. ബൾക്ക് മോഡുലസ് കൂടുതലാണെങ്കിൽ വെലോസിറ്റി കൂടുതലായിരിക്കും, ഡെൻസിറ്റി കൂടുതലാണെങ്കിൽ വെലോസിറ്റി എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പം ഇതാണ് ഒരു സൗണ്ട് വേവിന്റെ ഇക്വേഷൻ. ഇതിന്റെ ഡെറിവേഷൻ ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല, ചിലപ്പോൾ ഡയമെൻഷൻ അനാലിസിസിനകത്ത് ഇതുപോലെ ഡെറിവ് ചെയ്യാൻ ചോദിക്കാം. നിങ്ങൾ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യുക. എന്താണ് ട്രാൻസ്വേഴ്സ് വേവ്? ഒരു സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിലൂടെ പോകുന്ന ട്രാൻസ്വേഴ്സ് വേവിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് v ഈക്വൽ ടു റൂട്ട് t ബൈ എന്താണ്? മ്യൂ എന്ന് പറയുന്നത് മാസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് ആ സ്ട്രിങ്ങിന്റെ. അതുപോലെ തന്നെ എന്താണ് ഒരു സൗണ്ട് എയറിലൂടെ ട്രാവലിംഗ് വെലോസിറ്റി എന്ന് പറയുന്നത്? v ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് b ബൈ എന്താണ്? റോ. b എന്ന് വെച്ചാൽ ബൾക്ക് മോഡുലസ്, റോ എന്ന് പറയുന്നത് മാസ് പെർ യൂണിറ്റ് വോളിയം അല്ലെങ്കിൽ ആ എയർ മോളിക്യൂളിന്റെ ഡെൻസിറ്റി. അപ്പോൾ ഇത്തരം കാര്യം എന്ത് ചെയ്യുക? നിങ്ങൾ നോക്കി വെക്കുക. ഓക്കെ, നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ന്യൂട്ടൺസ് ഫോർമുലയാണ്. നമ്മൾ ഓൾറെഡി ഒരു സൗണ്ട് വേവ് എയറിലൂടെ പോകുമ്പോഴുള്ള വെലോസിറ്റി കണ്ടുപിടിച്ചു. അതിൻ്റെ ഇക്വേഷൻ ഇതായിരുന്നു. v ഈസ് ഈക്വൽ ടു റൂട്ട് b ബൈ റോ. ന്യൂട്ടൺ ഈ ഫോർമുലയ്ക്ക് ഒരു മോഡിഫിക്കേഷൻ വരുത്തി. ന്യൂട്ടൺ പറഞ്ഞത് സൗണ്ട് ട്രാവൽ ചെയ്യുന്നത്, എയറിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ അവിടെ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ഐസോതെർമൽ പ്രോസസ്സാണ്. ഇപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ എന്താണ്? ഇവിടെ നടക്കുന്ന പ്രോസസ്സ് എന്താണ്? ഐസോതെർമൽ പ്രോസസ്സാണ്. എങ്കിൽ നമുക്കറിയാം ഐസോതെർമൽ പ്രോസസ് ആണെങ്കിൽ പ്രഷർ ഇൻറ്റു വോളിയം ഈസ് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. നമുക്കറിയാവുന്നതാണ് അല്ലേ? PV ഈസ് എ കോൺസ്റ്റന്റ്. ഇനി എന്ത് ചെയ്തു? ഇതിന് ഡെറിവേറ്റീവ് എടുത്തു. ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുത്തു. അപ്പോൾ ഡെറിവേറ്റീവ് നമുക്കതിനെ dv ബൈ dt എടുക്കാം. d ബൈ dt
ഓഫ് പ്രഷർ ഇൻറ്റു എന്താണ് വോളിയം. ശ്രദ്ധിക്കുക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം പറഞ്ഞുതരാം. ഒരു ഫങ്ഷൻ, ഒന്നല്ല രണ്ട് ഫങ്ഷൻ എമ്മും എന്നും, ഇങ്ങനെ രണ്ട് ഫങ്ഷന് ഡെറിവേറ്റീവ് വരികയാണെങ്കിൽ ഇതിന് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നത് ഒരു റൂളുണ്ട്. ഒന്നാമത്തെ ഫങ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫങ്ഷൻ പ്ലസ് സെക്കൻഡ് ഫങ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫങ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫങ്ഷൻ. ഇതാണ് പ്രൊഡക്റ്റ് റൂൾ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അപ്പം രണ്ട് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് മൾട്ടിപ്ലിക്കേഷനായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഡെറിവേറ്റീവ് കാണുന്നത്? ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എന്തായിരിക്കും? ഫസ്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് അങ്ങനെ ഞാൻ പറയാൻ കാരണം ഇവിടെയും രണ്ട് ഫംഗ്ഷനാണ്, പ്രഷറും വോളിയം. കാരണം ഈ രണ്ട് ഫംഗ്ഷനും പ്രഷറും അതുപോലെ തന്നെ വോളിയവും ടൈമിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? വേരി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ രണ്ട് വേരിയബിളാണ്. അപ്പോൾ രണ്ട് ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ രണ്ടും ആളുടെ ഫംഗ്ഷനാണ്, ടൈമിൻ്റെ ഫംഗ്ഷനാണ്. കാരണം ടൈം മാറുന്നതനുസരിച്ച് പ്രഷറും മാറും, വോളിയത്തിന് ചേഞ്ച് ഉണ്ടാവും. കാരണം ഇത് എന്ത് പ്രോസസ്സാണ്? ഐസോതെർമൽ പ്രോസസ്സാണ്. ടെമ്പറേച്ചർ മാത്രമേ ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ടുള്ളൂ. അപ്പോൾ ഇതിന് എന്താ ചെയ്യുന്നത് നമ്മൾ? ഫസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? പ്രഷർ ഇൻറ്റു എന്ത് വരും? ഡെറിവേറ്റീവ് ഓഫ് എന്താണ്? സെക്കൻഡ് പ്ലസ് സെക്കൻഡ്, എന്താ സെക്കൻഡ് എന്ന് പറയുന്നത്? ബി അല്ലേ? ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എന്താണ്? ഫസ്റ്റ് എന്ന് വരും. ഇനി ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ എന്താ കിടക്കുന്നത്? കോൺസ്റ്റന്റ് അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ഡെറിവേറ്റീവ് കാണണം, ഇപ്പുറത്ത് നമ്മൾ എന്ത് കാണണം? ഡെറിവേറ്റീവ് കാണണം. ഇപ്പുറത്ത് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം നമുക്കറിയാം ഡെറിവേറ്റീവ് ഓഫ് കോൺസ്റ്റന്റ് എന്താണ്? ഡെറിവേറ്റീവ് ഓഫ് കോൺസ്റ്റന്റ് എന്താണ്? 0 ആണ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഡെറിവേഷൻ എന്ന് പറയുന്നത് ഇതാണ്, ഇതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് എന്താണ്? 0 ആണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇത് എന്തിന് ഈക്വൽ ആയിരിക്കും? 0ക്ക് ഈക്വൽ ആയിരിക്കും. അപ്പോൾ പി ഇൻറ്റു ഡി വി ബൈ ഡി ടി പ്ലസ് വി ഇൻറ്റു ഡി പി ബൈ എന്താണ്? ഡി ടി ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? 0 എന്ന് പറയാൻ കഴിയും. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഇനി ഡി പി ബൈ ഡി ടി. ഇനി ഡി ടിനെ കോമൺ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മൾട്ടിപ്പിൾ, അല്ലെങ്കിൽ ഡി ടി കൊണ്ട് എന്ത് ചെയ്യാം? മൾട്ടിപ്പിൾ. അപ്പോൾ എന്ത് കിട്ടും ഇക്വേഷൻ? പി ഇൻറ്റു ഡി വി പ്ലസ് വി ഇൻറ്റു ഡി പി ഈക്വൽ ടു എന്താണ്? 0. ഞാൻ ഈ ഡി മാറ്റിയിട്ട് അവിടെ എന്തിനെ കൊണ്ടുവരുന്നു? ഡെൽ എന്ന് പറയുന്ന ഒരു ടേമിനെ കൊണ്ടുവരുന്നു. ഡെല്ല്, കാരണം നമുക്കറിയാം ഡി എന്ന് വെച്ചാൽ എന്താണ്? ചേഞ്ച് ആണ്. ഡെല്ലും എന്ത് തന്നെയാണ്? ചേഞ്ച് തന്നെയാണ്. ഇത് വളരെ ചെറുതാണെങ്കിൽ ഇതൊരു ചേഞ്ച് ആണ്, പക്ഷേ ഇത് വളരെ ചെറുതായിരിക്കത്തില്ല. ഈ ചേഞ്ച് വളരെ എന്തായിരിക്കും? ചെറുതായിരിക്കും. അപ്പോൾ ഞാൻ ഡി മാറ്റിയിട്ട് ഡെല്ലിനെ കൊണ്ടുവരുന്നു. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ മാറും നോക്കിയേ. അപ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെ മാറും? ഇത് എങ്ങനെ മാറും? പി ഇൻറ്റു ഡിക്ക് വരെ എന്താണ്? ഡെൽ ഇൻറ്റു വി പ്ലസ് വി ഇൻറ്റു ഡിക്ക് വരെ ഡെൽ ഇട്ട് കൊടുത്തു, വേറെ ഒന്നും ചെയ്തില്ല. പി ഈക്വൽ ടു എന്താണ്? 0. ആ ചേഞ്ച് ഡി മാറ്റിയിട്ട് ആ ചേഞ്ച് ആ ഡെൽ എന്ന് പറയുന്ന ആ ഒരു ടൈമിലോട്ട് നമ്മൾ കൊണ്ടുപോകുന്നു, വേറെ ഒന്നും ചെയ്തില്ല. ഇവിടെ നിന്ന് ഞാൻ പ്രഷറിനെ കണ്ടുപിടിക്കുന്നു, പി. അപ്പോൾ പി എന്തായിരിക്കും? പി ഈസ് ഈക്വൽ ടു മൈനസ് വി ഡെൽ ഇൻറ്റു ഡെൽ പി ഡിവൈഡ് ബൈ ഡെൽ വി എന്ന് കിട്ടും. ഈ ഫോർമുല എവിടെയോ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്താ മക്കളെ? ബൾക്ക് മോഡുലസിന്റെ ഇക്വേഷൻ. വി നോ ദാറ്റ് ബൾക്ക് മോഡുലസ് ബി ഈസ് ഈക്വൽ ടു എന്താ? ബൾക്ക് മോഡുലസ് വോളിയം സ്ട്രെസ് ബൈ വോളിയം സ്ട്രെയിൻ. വോളിയം സ്ട്രെസ് എന്താണ്? പ്രഷർ ആണല്ലേ? അപ്പോൾ പ്രഷർ ബൈ എന്താ? വോളിയം സ്ട്രെയിൻ, ചേഞ്ച് ഇൻ വോളിയം ഡിവൈഡ് ബൈ എന്താണ്? ഒറിജിനൽ വോളിയം. ഈ വി എന്ത് ചെയ്യും? ചാടി മുകളിൽ കയറും. ഓക്കെ, വോളിയം ഡിക്രീസിങ് ആണെങ്കിൽ എന്ത് വരും? മൈനസ് വരും. അപ്പോൾ മൈനസ് ഡെൽറ്റ പി വി ഡിവൈഡ് ബൈ ഡെൽറ്റ വിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ബൾക്ക് മോഡുലസ് എന്ന് വിളിക്കാം. അപ്പോൾ ഇവിടെ ബൾക്ക് മോഡുലസിന് പകരം നമുക്ക് എന്തെഴുതാം? പ്രഷർ എന്ന് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ കഴിയും. അപ്പോൾ പി ഈക്വൽ ടു ബി എന്ന് കിട്ടിയില്ലേ? അപ്പോൾ ഇക്വേഷൻ എങ്ങനെ മോഡിഫൈ ചെയ്തു? ദെൻ വി ഈക്വൽ ടു വെലോസിറ്റി ഈക്വൽ ടു റൂട്ട് ഓഫ് ബിക്ക് വരെ എന്താണ്? പി ബൈ എന്തെന്നായി? റോ എന്നായി. ഇതിനെയാണ് ന്യൂട്ടൺസ് ഫോർമുല എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ന്യൂട്ടൺ പറഞ്ഞ എന്താണ്? ഈ സൗണ്ട് ഈ എയറിലൂടെ ട്രാവൽ ചെയ്യുന്നത് എന്താണ്? ഒരു ഐസോതെർമൽ പ്രോസസ് ആണ്. ഐസോതെർമൽ പ്രോസസ് ആണ് നമുക്കറിയാം. എന്തായിരിക്കും അവിടുത്തെ പ്രത്യേകത? പി വി എസ് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അതിന്റെ ഡെറിവേറ്റീവ് എടുത്തപ്പോൾ ഒരു രണ്ട് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് എടുക്കുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഡെറിവേറ്റീവ് എന്താണ്? ഫസ്റ്റ്. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? അപ്പോൾ ഇതിങ്ങനെ കിട്ടി. ഇനി സെക്കൻഡ് ഇവിടെ കിടക്കുന്ന കോൺസ്റ്റന്റ്, ഇതിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 0 ആണ്.
ഈ രണ്ടും കൂടെ എന്ത് ചെയ്തു? ഇക്വേറ്റ് ചെയ്തു. അപ്പോൾ പി ഡി വി പ്ലസ് വി ഡി പി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? 0 എന്ന് കിട്ടി. ഇനി ഞാൻ ഇവിടെ എന്ത് ചെയ്തു? ഈ ഡിക്ക് പകരം എന്തിട്ട് കൊടുത്തു? ഇട്ട് കൊടുത്തു. അപ്പോൾ പി ഡെൽറ്റ വി പ്ലസ് വി ഡെൽറ്റ പി ഈക്വൽ ടു 0. ഇനിയിപ്പോൾ നിങ്ങൾ ഈ സ്റ്റെപ്പിൽ നിന്ന് ഡയറക്റ്റ് ഇങ്ങോട്ട് പോയാൽ എന്തില്ല, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ ഒറിജിനലായിട്ട് വന്ന സ്റ്റെപ്പ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, എങ്കിൽ പി ഈസ് ഈക്വൽ എന്തായിരിക്കും? മൈനസ് വി ഡെൽറ്റ പി ഡിവൈഡ് ബൈ എന്തായിരിക്കും? ഡെൽറ്റ വി. ദെൻ പി ഈസ് ഈക്വൽ ടു നമുക്കറിയാം ഇതിൻ്റെ ഇതെന്തിന് ഈക്വലാണ്? ബൾക്ക് മോഡുലസിന് എന്താണ്? ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് ബൾക്ക് മോഡുലസിന് പകരം എന്ത് കൊടുക്കാൻ പറ്റും? ഇവിടുത്തെ പ്രഷർ എന്ന് പറയാൻ പറ്റും. ഈ പ്രഷർ എന്ന് പറയുന്നത് ആ ഗ്യാസ് മോളിക്യൂളിൻ്റെ എന്താണ്? പ്രഷറാണ്. സാധാരണഗതിയിൽ എന്തായിരിക്കും? അറ്റ്മോസ്ഫിയറിക് പ്രഷറായിട്ടായിരിക്കും നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ന്യൂട്ടൺസ് ഫോർമുല എന്ന് പറയുന്നത്. ഇനി നമുക്ക് ലാപ്ലാസിൻ്റെ ഒരു കറക്ഷൻ, അതായത് ന്യൂട്ടൺ കണ്ടുപിടിച്ച ഈ ഫോർമുലയ്ക്ക് എത്തുന്നുണ്ട് ഒരു തെറ്റുണ്ട്. ആ തെറ്റ് പരിഹരിച്ചുകൊണ്ട് നമ്മുടെ ലാപ്ലാസ് ഈ ന്യൂട്ടൺ ഫോർമുല എന്ത് ചെയ്തു? ഒന്ന് തിരുത്തി. അതാണ് നമുക്ക് ഇനി അടുത്ത പഠിക്കാനുള്ളത്. നമുക്ക് അടുത്ത് എങ്ങോട്ട് പോകാം? ലാപ്ലാസ് കറക്ഷനിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് ന്യൂട്ടൺ ഫോർമുല കിട്ടി. ന്യൂട്ടൺ ഫോർമുല കിട്ടിയത് വി ഈസ് ഈക്വൽ ടു റൂട്ട് പി ബൈ റോ എന്നാണ് കിട്ടിയത്. അപ്പോൾ നമ്മളിത് നമ്മുടെ പ്രഷറിൻ്റെ വാല്യൂം അതുപോലെ തന്നെ എയറിൻ്റെ ഡെൻസിറ്റി ഒക്കെ ഇട്ട് കൊടുത്തപ്പോഴത്തേക്കും അവിടെ ഒരു ആൻസർ കിട്ടിയത്, അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് 280 വെലോസിറ്റി കിട്ടിയ എത്രയാണ്? 280 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, അപ്പോൾ ന്യൂട്ടൺ ഫോർമുല ഉപയോഗിച്ചു. ന്യൂട്ടൺ ഫോർമുല എന്തായിരുന്നു? വി ഈസ് ഈക്വൽ ടു റൂട്ട് എന്താണ്? പി ബൈ റോ ആണ്. അപ്പോൾ ഈ ഫോർമുല ഇട്ട് കൊടുത്തപ്പോഴത്തേക്കും നമുക്ക് വെലോസിറ്റി കിട്ടിയത് എത്രയാണ്? 280 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇത് എക്സ്പെരിമെന്റൽ വാല്യൂവിൽ നിന്ന് നമുക്കറിയാം. എക്സ്പെരിമെന്റൽ വാല്യൂ എന്ന് പറയുന്നത് 344 മീറ്റർ പെർ സെക്കൻഡ് ആണ് എക്സ്പെരിമെന്റൽ വാല്യൂ എന്ന് പറയുന്നത്. ഇത് എക്സ്പെരിമെന്റൽ വാല്യൂവിൽ നിന്ന് ഒരു 15% എന്തുണ്ട്? ഇതിന് ഡീവിയേഷൻ ഉണ്ട്. 50% ഇതിന് എറർ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ന്യൂട്ടൺ ഫോർമുലക്കകത്ത് എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് ലാപ്ലാസ് കണ്ടുപിടിക്കുകയും അങ്ങനെ ലാപ്ലാസ് ന്യൂട്ടൺ ഫോർമുല എന്ത് ചെയ്തു? കറക്റ്റ് ചെയ്തിട്ട് ഒരു പുതിയൊരു ഇക്വേഷൻ കൊണ്ടുവന്നു. അതിനറിയപ്പെടുന്നത് ന്യൂട്ടൺ ലാപ്ലാസ് ഫോർമുല എന്നറിയപ്പെടുന്നു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ. ന്യൂട്ടൺ പറഞ്ഞ ഐസോതെർമലിലാണ് ഈ പ്രോസസ് നടക്കുന്നതെങ്കിൽ നമ്മുടെ ലാപ്ലാസ് പറഞ്ഞു ഇത് ഐസോതെർമൽ പ്രോസസ് അല്ല നടക്കുന്നത് ഇവിടെ, പകരം എന്താണ്? അഡയബാറ്റിക് പ്രോസസ് ആണ്. കാരണം എയർ മോളിക്യൂളിന്റെ വൈബ്രേഷൻ എന്ന് പറയുന്നത് വളരെ സ്പീഡിലാണ് വൈബ്രേഷൻ നടക്കുന്നത്. ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യാൻ നേരത്ത് ഇവിടെ ഹീറ്റിനെ ആ എയർ മോളിക്യൂൾ അബ്സോർവ് ചെയ്യത്തുമില്ല, അതുപോലെ തന്നെ റിജക്ട് ചെയ്യത്തുമില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രോസസ് നടക്കുന്നത് എവിടെയാണ്? ഒരു അഡയബാറ്റിക് കണ്ടീഷനാണ് ഈ പ്രോസസ് നടക്കുന്നത്. ദർ ഈസ് നോ ഹീറ്റ് എക്സ്ചേഞ്ച്. അവിടെ എന്ത് നടക്കത്തില്ല? ഹീറ്റ് എക്സ്ചേഞ്ച് ഒന്നും നടക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രോസസ് നടക്കുന്ന എവിടെയാണ്? അഡയബാറ്റിക് പ്രോസസ്സിലാണ്. ആര് പറഞ്ഞു? നമ്മുടെ ലാപ്ലാസ് പറഞ്ഞു. അപ്പോൾ ലാപ്ലാസ് പറഞ്ഞു. അപ്പോൾ നമുക്കറിയാം അഡയബാറ്റിക് ഇക്വേഷൻ എന്താണ്? പി വി റൈസ് ടു ഗാമ ഈസ് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. പി വി റൈസ് ടു ഗാമ ഈസ് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. എന്തിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്? അഡയബാറ്റിക് പ്രോസസിന്റെ ഇക്വേഷൻ. ഇത് നേരത്തെ നമ്മുടെ ന്യൂട്ടൺ ചെയ്ത പോലെ തന്നെ പുള്ളിക്കാരൻ ഇവിടെ ഡെറിവേറ്റീവ് എടുത്തു. അപ്പം നമുക്ക് എങ്ങനെ ഡെറിവേറ്റീവ് ആണെന്ന്? ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എന്താണ്? സെക്കൻഡ് എന്ന് പറയുമ്പോൾ വി റൈസ് ടു ഗാമ പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എന്താണ്? ഫസ്റ്റ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് എന്താണ്? 0. ഇനി ചെറിയൊരു മാറ്റമുണ്ട്. ഇതൊരു ഫോർമുല അറിഞ്ഞിരിക്കണം. ഡി ബൈ ഡി ടി ഓഫ് നമുക്കറിയാവുന്നതാണ് എക്സ് റൈസ് ടു ടി റൈസ് ടു എൻ എന്ന് പറയുന്നത് എന്താണ്? എൻ ഇൻറ്റു ടി റൈസ് ടു എന്താണ്? n-1 എന്നൊരു ഫോർമുല നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അത് ഇങ്ങോട്ട് അപ്ലൈ ചെയ്തു. അപ്പോൾ എന്ത് കിട്ടും? പി ഇൻറ്റു വി റൈസ് ഗാമ എന്താവും? ഗാമ ഇൻറ്റു വി എന്ത് വരും? ഡി വി ബൈ എന്ത് വരും? ഡി ടി പ്ലസ്, കാരണം ഇവിടെ ടൈമിൻ്റെ ഫംഗ്ഷൻ ആണെങ്കിൽ ഓക്കെ, ടൈം ആണെങ്കിൽ ഡി ടി ബൈ ഡി ടി 1 ആയി. ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാമായിരുന്നു? ഇങ്ങനെ ഗാമ, ഓക്കെ, എന്നിന് വരും ഗാമ ബി റൈസ് ടു എന്താണ്? ഗാമ -1. ഇവിടെ ടൈം ആയിരുന്നെങ്കിൽ ഓക്കെ, ഡി ടി ബൈ ഡി ടി നമുക്ക് ഇവിടെ എന്ത് കിട്ടിയേനെ? 1 കിട്ടിയേനെ. പക്ഷേ ഇവിടെ വോളിയം ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ എഴുതണം. വോളിയം ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം ആണ്. അതിൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഡി വി ബൈ എന്താണ്? ഡി ടി തന്നെ എഴുതി. പ്ലസ് ഇവിടെ മാറ്റമൊന്നുമില്ല. എന്താ കിടക്കുന്നത്? വി റൈസ് ടു ഗാമ ഡി പി ബൈ എന്ത് വരും? ഡി ടി എന്ന് വരും. ഈക്വൽ ടു എന്താണ്? 0. നേരത്തെ പോലെ തന്നെ ഡി ടി ഉണ്ടല്ലോ, മൾട്ടിപ്പിൾ ചെയ്യപ്പോൾ എന്ത് കിട്ടും? ഇക്വേഷൻ ഗാമ പി വി റൈസ് ടു ഗാമ -1 ഡി വി. ഡി വിക്ക് വരെ നമുക്ക് എന്ത് കൊടുക്കാം? നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഡെൽ വി എന്ന് കൊടുക്കാം അല്ലേ? ഡെൽ വി, ഡിക്ക് വരെ ഡെൽ കൊടുത്തു. ഡെൽ വി പ്ലസ് വി റൈസ് ടു ഗാമ ഡി പിക്ക് വരെ എന്ത് കൊടുക്കാം? നമുക്ക് ഡെൽ പി എന്ന് കൊടുക്കാം. ഈക്വൽ ടു എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. ഇനി ഗാമ പിനെ ഇവിടെ നിർത്തി ബാക്കിയുള്ള എന്ത് ചെയ്യുക? അങ്ങോട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഗാമ പി ഈക്വൽ ടു ഇത് അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? മൈനസ് വി റൈസ് ടു ഗാമ ഡെൽ പി ഡിവൈഡ് ബൈ ഇയാൾ എന്ത് ചെയ്യും? താഴെ വരും അല്ലേ? ഇയാൾ എന്ത് ചെയ്യും? താഴെ വരും. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? വി റൈസ് ടു ഗാമ -1 ഇൻറ്റു എന്ത് വരും? നമുക്ക് ഡെൽ വി എന്ന് കിട്ടും.
ഓക്കെ, ഇവിടെ എന്താ എ റേസ് ടു എം ഡിവൈഡ് ബൈ എ റേസ് ടു എൻ, നമുക്കറിയാം എ റേസ് ടു എം മൈനസ് എൻ ആണ്. അപ്പൊ എന്ത് കിട്ടും? ഗാമ പി ഈക്വൽ ടു മൈനസ് ബി റേസ് ടു ഗാമ മൈനസ് 1 ഇൻറ്റു ഡെൽ പി ഡിവൈഡഡ് ബൈ എന്താണ്? ഡെൽ വി എന്ന് കിട്ടും. ഓക്കെ, ദെൻ ഗാമ പി ഈക്വൽ ടു എന്ത് കിട്ടും? വെട്ടിക്കളഞ്ഞിട്ട് മൈനസും പ്ലസ് 1 ആവും. മൈനസ് ഗാമയും പ്ലസ് ഗാമയും പോയി, മൈനസും പ്ലസ് 5. അപ്പോൾ എന്താണ്? വി ഡെൽ പി ഡിവൈഡ് ബൈ എന്ത് കിട്ടി? ഡെൽ വി എന്ന് കിട്ടി. മക്കളെ നോക്കി, ഈ സാധനം എന്താ? നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ ഈ സാധനം എന്താണ്? ബൾക്ക് മോഡുലസ് ആണ്. അപ്പോൾ ഗാമ പി ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? ബൾക്ക് മോഡുലസ് എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ, ജനറൽ ഇക്വേഷൻ എന്തായിരുന്നു? വെലോസിറ്റിയുടെ വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എന്തായിരുന്നു? ബി ബൈ റോ. അത് നമ്മുടെ ജനറൽ ഇക്വേഷൻ ആണ്. അപ്പോൾ ഇത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ നേരം നമുക്ക് എന്ത് കിട്ടും? വെലോസിറ്റി വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഗാമ പി ബൈ എന്ത് കിട്ടും? റോ എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് ന്യൂട്ടൺസ് ലാപ്ലാസ് ഫോർമുല എന്നറിയപ്പെടുന്നത്. ഈ വാല്യൂ നമ്മൾ ഇട്ട് കൊടുക്കാൻ നേരത്ത്, ഇതിനകത്ത് ഈ ഗാമയുടെയും പിയുടെയും റോയുടെയും വാല്യൂ ഒക്കെ ഇട്ട് കൊടുക്കാൻ നേരത്ത് നമുക്ക് ആൻസർ കിട്ടുന്നത് 331. വെലോസിറ്റി നമുക്ക് കിട്ടുന്നത് 331 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇത് എക്സ്പെരിമെന്റൽ വാല്യൂവിന്റെ ഏകദേശം എന്താണ്? അടുത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫോർമുലയാണ് ഒരു വെലോസിറ്റി അല്ലെങ്കിൽ ഒരു സൗണ്ട് വേവ് എയറിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇക്വേഷൻ എന്താണ്? റൂട്ട് ഗാമ പി ബൈ എന്നാണ് റോ. ഇതിനെ ലാപ്ലാസ് കറക്ഷൻ എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത്രയുള്ള പരിപാടി. ന്യൂട്ടൺ പറഞ്ഞ ഐസോതെർമലായ പരിപാടി നടക്കുന്നതെങ്കിൽ ലാപ്ലാസ് പറഞ്ഞു ഇത് ഐസോതെർമൽ അല്ല നടക്കുന്നത്. പിന്നെ എവിടെയാണ് നടക്കുന്നത്? ഈ പ്രോസസ്സ് നടക്കുന്നത് അഡിയാബാറ്റിക്കിലാണ്. അപ്പോൾ ഇത് എക്സ്പെരിമെന്റൽ വാല്യൂവിന്റെ ഏകദേശം അടുത്ത് കിട്ടി. എക്സ്പെരിമെന്റൽ വാല്യൂ നമുക്ക് 340 ആണ്, ഏകദേശം അതിന്റെ അടുത്ത് നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതാണ് ഒരു സൗണ്ട് വേവ് എയറിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ അതിന്റെ വെലോസിറ്റി ഇക്വേഷൻ എന്ന് പറയുന്നത്. അല്ലാതെ ഏത് ഇക്വേഷൻ അല്ല, ഈ ഇക്വേഷൻ അല്ല. ഇത് ന്യൂട്ടൺ തെറ്റായ ഇക്വേഷൻ ആണ്. ഇതിനറിയപ്പെടുന്നത് ന്യൂട്ടൺ ലാപ്ലാസ് ഫോർമുല എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ലാപ്ലാസ് കറക്ഷൻ. ഇത് എക്സാമിന് 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്.